പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് പരിശോധിക്കാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 10 കിലോ അരിയുടെ വിതരണമൊക്കെ വീണ്ടും വരികയാണ് കേരളത്തിൽ. നമുക്കറിയാം, റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്ന അരിയും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ കൂടുതൽ അളവിൽ ലഭിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡ് ഉടമകൾക്കാണ്, റേഷൻ കാർഡുള്ള ആളുകൾക്കാണ്. മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള റേഷൻ കാർഡുള്ളവർക്ക് അരിയുടെ വിഹിതത്തിലൊക്കെ വലിയ കുറവൊക്കെ ഉണ്ടാകാറുണ്ട്. അത് കൂടുതൽ തുകയൊക്കെ കൊടുത്താൽ പോലും കിട്ടത്തില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയുടെ വിതരണം അതിൻ്റെ അടുത്ത ഘട്ടം ഇപ്പോൾ ഉടനെ തന്നെ കേരളത്തിൽ ആരംഭിക്കുകയാണ്. 5 കിലോ 10 കിലോ തരത്തിലുള്ള അരിയായിരിക്കും ലഭിക്കുക. മാത്രവുമല്ല, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിൻ്റെ ഒരു തീയതി കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമുക്കിതിന് റേഷൻ കാർഡൊന്നും ഹാജരാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും 5 കിലോ 10 കിലോ നിരക്കിൽ അരി ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതുകൂടാതെ തന്നെ രണ്ടാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു ഗഡു തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തുക കറക്റ്റായിട്ട് തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് ചില വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ തുക 2500 രൂപയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് 1600 രൂപ വരെ ആ ഒരു വർധനവിൽ തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാമ്പത്തിക വർഷം, അല്ലെങ്കിൽ ഈ ഒരു സർക്കാർ രണ്ടാമത്തെ അധികാരത്തിലേറിയതിന് ശേഷം ക്ഷേമ പെൻഷൻ്റെ തുകയിൽ 1 രൂപ പോലും വർധനവില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷേമ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുകയാണ്. 1800 രൂപയിലേക്ക് തന്നെ എത്തുവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത് മാത്രവുമല്ല, ഇന്ന് നിയമസഭ ഇലക്ഷനൊക്കെ നടന്നിരിക്കുകയാണ്. നിലമ്പൂർ ബൈ ഇലക്ഷനൊക്കെ നടന്നിരിക്കുകയാണ്. ഈ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഇതോടെ നമ്മൾ പറയുന്നത്. ഈ ഒരു ഇലക്ഷനിൽ വലിയ രീതിയിൽ തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുകയും വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇനി അങ്ങോട്ടുള്ള സമയത്ത് പലതരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കാം. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ ഒരു 2000-2200 രൂപ വരെയൊക്കെ വരാനൊക്കെയുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റത്തില്ല. പരമാവധി 2000 രൂപ ഏറ്റവും കുറഞ്ഞ് എത്താനുള്ള ഒരു സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഇപ്പോഴുള്ള ഒരു ജനവികാരം അത് മാറ്റി വീണ്ടും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കൊണ്ടുവരുവാനൊക്കെ ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതുകൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ മാസം അവസാനത്തോടു കൂടി തന്നെ കിസാൻ സമ്മാൻ നിധി 2000 രൂപ കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക.